ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും AC മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മയോണൈസ് ആണ്. നമുക്ക് ഹോട്ടലിലൊക്കെ അൽഫാമിൻ്റെ കൂടെ കിട്ടുന്ന മയോണൈസ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു മിക്സിയുടെ ജാർ വെക്കുക. അതിലോട്ട് 2 കോഴിമുട്ടയുടെ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. മഞ്ഞ ചേർത്ത് കൊടുക്കരുത്, വെള്ളം മാത്രമാണ് നമുക്ക് മയോണൈസിന് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ 2 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ തികച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. വിനാഗിരിക്ക് പകരം നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതിയാവും. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒത്തിരി കൂടിപ്പോകാൻ പാടില്ല. 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാര കൂടിയാണ്. പിന്നെ നമുക്കിതൊന്ന് മിക്സിയിലോട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അരയ്ക്കുന്ന ഇതിലോട്ട് ഇടാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട്, എല്ലാ മിക്സിയിലും ഇതുണ്ട്, ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ടൊരു 3 വട്ടം ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു ചെറിയ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്, അപ്പോൾ ഒരു 6-7 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 3-4 കഷ്ണം മതിയാവും. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അരച്ചു കൊടുക്കാം. അപ്പം ഇതേപോലെ തന്നെ ബാക്കിലോട്ട് തന്നെ പ്രത്യേകം അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണയോ മറ്റോ ഓയിലൊന്നും പാടില്ല. സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ഒലിവ് ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും ഒരു 4-5 ട്രിപ്പോളം ജസ്റ്റ് ഇതുപോലെ ബാക്കിലോട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കട്ടി കുറവായിട്ട് തോന്നുന്നെങ്കിൽ കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണം. ഇത് അറിയത്തില്ലാത്തവർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയിലൂടെ കാണാം.